എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട്, കട്ട് ചെയ്ത ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ഒനിയൻ, ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക് എന്നിവ മാറ്റി വെച്ചതിന് ശേഷം അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യമായ എണ്ണ ആഡ് ചെയ്ത് അതിലേക്ക് ഉള്ളി, പച്ചമുളക്, ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക് എന്നിവ ആഡ് ചെയ്ത് നന്നായി വഴറ്റുക. ഈ വഴറ്റുന്ന സമയം നമുക്ക് അല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്താൽ ഉള്ളി പെട്ടെന്ന് വഴന്നു വരുന്നതായിരിക്കും. കൂടാതെ അല്പം കറിവേപ്പില കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടെ നമുക്ക് കിട്ടും. നമ്മൾ ഈ ഉള്ളി പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടി ആഡ് ചെയ്യാം. അതിനായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതിങ്ങനെ ഇളക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് അല്പം ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ച ഞണ്ട് കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇത് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഇളക്കി ഇത് നമുക്ക് മൂടി വെച്ച് അല്പനേരം വേവിച്ചെടുക്കാം. ഗ്രേവി നന്നായി ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. അടച്ചു വെച്ച് വേവിക്കുന്നത് കൊണ്ട് തന്നെ ഞണ്ടിൽ നിന്നും ഊർന്നിറങ്ങുന്ന വെള്ളം ആവശ്യത്തിനുണ്ടെങ്കിലും നമുക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ചിലരൊക്കെ വെള്ളം ആഡ് ചെയ്യാതെയും ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കും. എനിക്ക് ഗ്രേവി ആവശ്യമുള്ളതിനാൽ ഞാനിതിലേക്ക് വെള്ളം എനിക്കാവശ്യമായ തോതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എൻ്റെ ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് മറ്റൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. ഈ ഞണ്ട് റോസ്റ്റിൻ്റെ സ്മെല്ല് എന്നെ വല്ലാതെ ആകർഷിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇനി ഇതും കൂട്ടി ഒരു ഊണ് കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.